ശരി, നമുക്ക് ദേവനന്ദയിലേക്ക് പോവാം. ദേവനന്ദയോട് ഞാൻ പറഞ്ഞു നേരത്തെ ഒന്ന് പാട്ട് പാടാനൊന്നും തയ്യാറായിരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ദേവനന്ദ, ആ പാട്ട് പാടുന്നതിന് മുമ്പ് നമുക്ക് ആ വിശേഷം പറയണോ അതോ പാട്ട് പാടിയിട്ട് പറയണോ? നിങ്ങൾ ഒരുമിച്ചൊരു സിനിമ വരുന്നു എന്ന് പറഞ്ഞു, അത് എന്താണ്? ഭക്തിയാണോ അതിന്റെയും പ്രമേയം? അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? മാളിപ്പുറം 2 വരുന്നുണ്ട്, അയ്യപ്പസ്വാമിയുടെ തന്നെ കഥയായിട്ട്. അതിനു മുമ്പും ഒരു സിനിമ വരും, അതിന്റെയൊക്കെ ഞങ്ങള് പുറത്ത് വിടുന്നതായിരിക്കും. സർപ്രൈസ് ആണ്. അപ്പം എന്താ, ഞാൻ എത്ര ചോദിച്ചാലും കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് എന്തായാലും പാട്ട് പാടാം അല്ലേ? ഓക്കെ, ഞാൻ അയ്യപ്പസ്വാമിയുടെ തന്നെ ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്. അമ്പിളിക്കുമ്പിളയാതിന്റെ വൻപോലെ പറക്കാൻ പന്തളം വരുന്നൊരമ്മേ സന്തതം പോറ്റുവനയ്യനയാ പോറ്റുവനയ്യനയാ. താങ്ക് യു. ആഹാ, ഇടയ്ക്ക് വരി മറന്നുപോയെങ്കിലും നന്നായിട്ട് പാടി. ദേവനന്ദ, ഈ അയ്യപ്പനെ കുറിച്ചുള്ള കഥകളൊക്കെ അമ്മൂമ്മ പറഞ്ഞു തന്നു എന്ന് പറഞ്ഞല്ലോ, മുത്തശ്ശി പറഞ്ഞു തന്നു എന്ന് പറഞ്ഞല്ലോ. എപ്പോഴും അയ്യപ്പൻ എന്ന് പറയുമ്പോ മനസ്സിൽ വരുന്ന രൂപം എന്താ? ഇപ്പൊ ഈ ഇരിക്കുന്ന, നമ്മൾ അവിടെ പോകുമ്പോൾ ശബരിമലയിൽ കാണുന്ന അയ്യപ്പനുണ്ട്, പുലിവാഹനനായിട്ടുള്ള അയ്യപ്പനുണ്ട്, അങ്ങനെയൊക്കെ ഇല്ലേ? അപ്പൊ ഏത് രൂപമാണ് അയ്യപ്പന്റെ, ഏത് രൂപമാണ് പെട്ടെന്ന് ദേവനന്ദയ്ക്ക് മനസ്സിലേക്ക് വരിക ആദ്യം? എനിക്ക് ആദ്യം എന്തായാലും മനസ്സിലേക്ക് വരിക ശബരിമലയിലുള്ള അയ്യപ്പസ്വാമിയുടെ ആ വിഗ്രഹമാണ്. കാരണം ആദ്യമായിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോഴും ആ വിഗ്രഹമാണ് കാണുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരുടെയും മനസ്സിൽ ആ വിഗ്രഹമായിരിക്കും ആദ്യം വരുന്നത്. ഇപ്പോഴും അങ്ങനെ ഇപ്പൊ ഈ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ താല്പര്യം കൂടിയോ? അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് 2 വരുന്നു, അതുകൊണ്ട് കൂടുതൽ ഐതിഹ്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് തുടങ്ങിയോ? ഞാനിപ്പോ അമ്മാമ്മ ഉള്ളത് കൊണ്ട് അമ്മാമ്മ ഇങ്ങനെ കഥ പറഞ്ഞു തരും, പിന്നെ എല്ലാരും പറഞ്ഞു തരും ഇങ്ങനെ കഥകളും എല്ലാം. പിന്നെ അഭിലാഷേട്ടനുണ്ട്. ആ സിനിമയുടെ ആ സമയമാകുമ്പോ അല്ലെങ്കിൽ അതിനൊരു കുറച്ച് നാള് മുമ്പൊക്കെ എന്തായാലും പഠിച്ചിട്ടായിരിക്കും നമ്മൾ സിനിമ ചെയ്യുന്നത്. അപ്പോ എല്ലാരും ഹെൽപ്പ് ചെയ്യും അതില്.